وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما والذين يبيتون لربهم سجدا وقياما والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. ഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അടിമ. അവരുടെ ക്വാളിറ്റി എന്താണെന്നറിയാം? നിങ്ങൾ റഹ്മാനായ റബ്ബിന്റെ അടിമയാണോ? അടിമയാണല്ലോ. ഒരു ഹിന്ദുവായ സഹോദരനും റഹ്മാനായ റബ്ബിന്റെ അടിമയാണ്. ഒരു ക്രിസ്ത്യാനിയും റഹ്മാനായ റബ്ബിന്റെ അടിമയാണ്. പിന്നെ ഇവിടെ വ്യത്യാസം എന്താ? റഹ്മാനായ റബ്ബിന്റെ അടിമ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റഹ്മത്ത് കിട്ടിയ അടിമ. അയാളുടെ ക്വാളിറ്റി എന്താ അറിയോ? വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. ഈ ഭൂമിയുടെ മുകളിലൂടെ നടക്കുമ്പോ അവൻ വിനയാന്വിതനായി നടക്കും. കിബർ അവന്റെ ജീവിതത്തിലില്ല. ആഡിത്യമോ തന്റെ ഇടമോ ഫഖറോ അവന്റെ ജീവിതത്തിലില്ല. വിനയത്തോടെ തല കുനിച്ച് മാന്യമായി നടക്കും. വഇദാ ഖാതബഹുൽ ജാഹിലൂൻ ഖാലൂ സലാമാ. ആരെങ്കിലും അവനോട് കലഹിക്കാൻ വരികയാണെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പിന്മാറും. അല്ല, തർക്കിക്കൂല. ആരെങ്കിലും ഫിത്ന പറയാനോ തർക്കിക്കാനോ ബഹളം ഉണ്ടാക്കാനോ വഴക്കിടാനോ വരുമ്പോ അസ്സലാമു അലൈക്കും എനിക്ക് നേരെയില്ല എന്ന് പറഞ്ഞ് മാറണം. അത് ഇബാദുർ റഹ്മാൻ, റഹ്മാന്റെ അടിമയുടെ ക്വാളിറ്റിയാണ്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. അടിമയുടെ ഇബാദുർ റഹ്മാന്റെ അടയാളം എന്ന് പറഞ്ഞത് അവർ രാത്രികളെ ഹയാത്താക്കുന്നതാണ്. രാത്രികളെ നിന്നും സുജൂദിലായി അവർ ചെലവഴിക്കും സമയത്തെ. എന്താ അങ്ങനെ പറഞ്ഞത്? രാത്രി പകല് ചെയ്യൂലേ? പകല് നമസ്കാരം ഇല്ലേ? വഴിയിൽ നിന്ന് ആ വാഹനങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. കയറി വരാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് പേര് ആ വഴിയിലൊക്കെ കൊണ്ടുവന്ന് വണ്ടി വെച്ചിരിക്കുക. ഒതുക്കി സൈഡിലോട്ടൊക്കെ ഇൻഷാ അല്ലാഹ് മാറ്റി വെക്കണം എന്ന് അഭ്യർത്ഥിക്കുക. അള്ളാഹു കബൂലാക്കട്ടെ. സ്ഥലം ഇഷ്ടം പോലെ അടക്കല്ലേ, അങ്ങോട്ടൊക്കെ കൊണ്ടുവെക്ക്, പതുക്കെ കൊണ്ടുവെക്ക്. അപ്പൊ എന്താ രാത്രിയിൽ ഉള്ള നമസ്കാരം? എന്താ രാത്രി? പകലാരും നമസ്കരിക്കൂലേ? രാത്രി എന്ന് പറയുന്ന ഒരു മറയാണ്, രഹസ്യമാണ്. രാത്രിയിലാണ് വ്യഭിചാരത്തെ തെരഞ്ഞെടുക്കുക. രാത്രിയിലാണ് മദ്യപാനത്തെ കൂടുതലും തെരഞ്ഞെടുക്കുക. രാത്രിയിലാണ് ചാറ്റിങ്ങിന് വേണ്ടി കൂടുതൽ ഒരു മറയാണ്, ഒരു രഹസ്യമാണ്. അങ്ങനെ ചെയ്യുന്ന സമൂഹത്തിന്റെ ഇടയിൽ രാത്രി എഴുന്നേറ്റുകൊണ്ട് സുജൂദിലായി, നൃത്തത്തിലായി നിങ്ങൾ ഇബാദത്ത് ചെയ്യൂ. അതാണ് ഇബാദുർ റഹ്മാൻ. والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ഈ ഇബാദുർ റഹ്മാന്റെ അടയാളം എന്ന് പറഞ്ഞത് അവൻ ദുആ ചെയ്യും, അല്ലാഹുവേ നരകത്തിൽ നിന്ന് നീ എന്നെ മോചിപ്പിക്കണേ അല്ലാഹ്. അത് മോശമായ താവളമാണ്, വൃത്തിഹീനമായ താവളമാണ് അല്ലാഹ്. ഈ നരകം ഒരു നീരാളിപ്പിടുത്തമാണ്. ഈ നരകം എന്നെ കൊണ്ടേ പോകും, ഒട്ടി നിൽക്കുന്ന വസ്തുവാണ് അല്ലാഹ്. ദുആ ചെയ്യും. ഇതൊക്കെ അല്ലാഹ് വർണ്ണിച്ചിട്ട് പറയാം. റഹ്മാനായ റബ്ബിന്റെ റഹ്മത്ത് കിട്ടിയ അടിമയുടെ പ്രധാനപ്പെട്ട ക്വാളിറ്റി കേട്ടോ. വല്ലദീന ഇദാ അൻഫഖൂ.
റഹ്മാനായ റബ്ബിന്റെ അടിമ ഒരു കാര്യത്തിലേക്ക് ചെലവഴിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ലം യുസ്രിഫു, അവർ ദുർവ്യയം ചെയ്യുകയില്ല, വലം യഖ്തുറു, എന്നാൽ കൊടുക്കാതെ പിശുക്ക് കാണിച്ചു നിൽക്കുകയുമില്ല. വകാന ബൈന ദാലിക ഖവാമ, രണ്ടിന്റെയും ഇടയിൽ മിതത്വം പാലിക്കുന്നവനാണ് ഇബാദുർ റഹ്മാൻ. ഈ അടിമ അള്ളാഹ്ക്ക് ഇഷ്ടം. അള്ളാന്റെ കാരുണ്യം കിട്ടിയ അടിമയുടെ ക്വാളിറ്റി ദുർവ്യയം കാണിക്കൂല, എന്നാൽ ആർക്കും കൊടുക്കാതെ പിടിച്ചു വെക്കുകയില്ല. വകാന ബൈന ദാലിക ഖവാമ, മിതത്വം പാലിക്കും, പിശുക്കും ഇല്ല, ദുർവ്യയം. ആ നിലപാട് സ്വീകരിക്കുന്നവനാണ് ഏറ്റവും നല്ല ഇബാദുർ റഹ്മാൻ.